ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ആളാണ്. വളരെ പാവപ്പെട്ട എൻ്റെ അച്ഛനൊരു കൂലിപ്പണിക്കാരനായിരുന്ന ആളായിരുന്നു. ഞങ്ങൾ 4 മക്കളുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന് തന്നെ ചിലവിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ചെറിയ പനി വന്നാൽ പോലും ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പൈസയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ പല കാര്യങ്ങളും മുടങ്ങുന്ന അവസ്ഥയാണ് നമ്മൾ ചെറുപ്പം മുതൽ കണ്ടുവന്നിട്ടുണ്ട്. അസുഖങ്ങൾ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട്. വളർന്നു വന്നപ്പോഴാണെങ്കിലും അച്ഛൻ എനിക്ക് 21 വയസ്സുള്ളപ്പോൾ മരിക്കുകയും ചെയ്തു. അതിന് മുൻപാണെങ്കിൽ തന്നെ അച്ഛൻ മരിക്കുന്നതിനൊരു 2 മാസം മുമ്പ് എനിക്ക് ഒരു അപ്പൻഡിസൈറ്റിസിൻ്റെ സർജറി വന്നിട്ടുണ്ടായിരുന്നു. ആ സർജറി സമയത്ത് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യണ സമയത്ത് ബില്ല് വന്നപ്പോൾ കൊടുക്കാൻ പൈസ തികയാതെ വന്ന സമയത്ത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പരിസരത്തുള്ള ഒരു കടയിൽ കൈ കിടന്ന് വാച്ച് ഊരിക്കൊടുത്ത് പൈസ മേടിച്ച് എന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള ഒരു സംഭവം വീട്ടിൽ നടന്നിട്ടുള്ളത് എനിക്കറിയാം. അതെൻ്റെ കേസാണ്. അത് കഴിഞ്ഞ് വളർന്നു വന്ന എൻ്റെ വിവാഹത്തിന് ശേഷം എൻ്റെ മൂത്ത ആങ്ങളയുടെ വൈഫിന് ക്യാൻസർ വന്ന സമയത്ത് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടായിട്ട് മൂത്ത ആങ്ങള കിടപ്പാടം വിറ്റാണ് അവരെ ചികിത്സിച്ചതും. പക്ഷേ ഇടത്തിയമ്മ മരിച്ചുപോയി. കിടപ്പാടം വിറ്റ് ചികിത്സിക്കേണ്ടി വന്നു. ജീവൻ കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ ഈ നിമിഷം വരെ പുള്ളിക്കൊരു കിടപ്പാടം ഉണ്ടാക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ചികിത്സയ്ക്ക് വേണ്ടി വരുമ്പോൾ പൈസ എടുത്ത് ചിലവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പല കുടുംബങ്ങളും കിടപ്പാടമില്ലാതെയായിക്കൊണ്ടും അങ്ങനെയുള്ള പല രീതിയിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു അവസ്ഥ സ്വന്തം വീട്ടിലുണ്ടായപ്പോൾ അധ്വാനിച്ച് കിട്ടണമെന്ന് കൊടുക്കാൻ നിവൃത്തിയില്ല. എന്നാൽ പിന്നെ ഈ കഴിവ് ഈശ്വരൻ ഒരുപക്ഷെ ഇതിനായിരിക്കും എനിക്ക് തന്നിരിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങി കിട്ടുന്നത് ഇതുപോലെ അവശതയായിട്ട് നമ്മളെ സമീപിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.